ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം ഇന്ന് വന്നേക്കുന്നത് വലിയ ഡേ ഇൻ മൈ ലൈഫോ കാര്യങ്ങളായിട്ടൊന്നുമല്ല. ഇന്ന് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാലിന് വയ്യാതിരിക്കണത്. അപ്പോൾ കുറേ പേര് അതിൽ മെസ്സേജ് അല്ല കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റിയതാണ് ചേച്ചി, കാലിന് എന്ത് പറ്റി, ഇപ്പൊ കർക്കിടക മാസമാണല്ലോ, അപ്പം ഇനി എവിടെയെങ്കിലും വീണോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ചോദിച്ചു. അപ്പൊ അതെന്താണെന്നുള്ള കാര്യം പറയാം. അപ്പൊ ഇപ്പൊ കാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കുറെ പേര് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ പറയാം. ഇപ്പൊ 2-3 ദിവസമായി ഇപ്പൊ റെസ്റ്റ് ഇതാകണം, മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ ഇവിടെയായിട്ടാണ് പെയിൻ വന്നത്. അത് മുട്ടിന്റെ ഈ ഭാഗത്തായിട്ടൊന്നല്ല, ഈ ഒരു സൈഡിലായിട്ടാണ്. അതായത് ഈ മെൻകസസ് അതിന്റെ ഇതാണ്. അതായത് നമുക്ക് ഇവിടെ AC എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ ഈ മെൻകസസിന് എന്തോ ഡാമേജ് ആണെന്ന് തോന്നുന്നു. അതായത് രാത്രിയിൽ ഇരുട്ടത്ത് തപ്പി നിൽക്കുമ്പോ പക്ഷെ നമുക്ക് ചില പണികൾ കിട്ടാം. അതേപോലെ പറ്റിയതാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ നടന്നു വന്നപ്പോ കട്ടിലിന്റെ കാലുമ അടിച്ചുകൊണ്ടതാണ്. അതിപ്പോ അടിച്ചു കൊണ്ടിട്ട് എനിക്ക് ഒരു 8 മാസം 7 മാസം എന്തോ ആയിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് പെയിനോ കാര്യങ്ങളോ, ഇങ്ങനെ അടിച്ചുകൊണ്ടെന്നല്ലാതെ പെയിനോ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം എനിക്ക് ചെറിയൊരു പെയിൻ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ വെച്ച് ഇവിടുത്തെ വാതില്, അടുക്കളയിലെ വാതില് കുറച്ച് താഴെ അടയൂല. അപ്പൊ കാല് വെച്ച് നല്ലവണ്ണം പ്രസ് ചെയ്യണം. അപ്പൊ ഈ ഞാൻ ഉപ്പൂറ്റി ഇല്ലേ പറയണേ, ഉപ്പൂറ്റി കൊണ്ടിട്ട് താഴെ ഇങ്ങനെ ഡോറ് തള്ളി അടക്കാറുണ്ട്. അപ്പൊ എന്റെ വിചാരം ഇനി അത് ഇങ്ങനെ ചെയ്തിട്ട് ഇനി കാലിന് പെയിൻ വന്നതാണെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ദിവസം അങ്ങനെ ചെയ്യാതിരുന്നു നോക്കി. പക്ഷെ പെയിൻ മാറുള്ള പെയിൻ ഇങ്ങനെ ഇച്ചിരി ഓരോ ദിവസം ചെല്ലുന്നവർ കൂടി. അത് പെയിൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് നല്ല പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് എടുക്കണം. കാരണം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇയാൾ എന്ത് ചെയ്യാന്ന് പറയാമോ, രാത്രി ഉറക്കം നിൽക്കും. ശരിക്കും മെൻകസിന്റെ കംപ്ലൈന്റ് വന്നേന്ന്. ഇപ്പൊ ഞാൻ ഫുട്ബോൾ കോച്ച് ആയതുകൊണ്ട് എനിക്ക് ഓൾറെഡി അറിയാം, നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങൂല. ആ ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കും. കാര്യം ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കം നിൽക്കുന്നതാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഞാനൊന്നും പറയാറില്ല, വേദന സഹിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഇപ്പൊ വേദന തീരെ സഹിക്കാൻ പറ്റണ്ടായപ്പോ ഹോസ്പിറ്റലൊക്കെ തീരെ സഹിക്കാൻ പറ്റുമ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്ത്. ഇനി ഇത് പ്രോപ്പർ ആയിട്ട് മെൻകസിന്റെ കംപ്ലൈന്റ് തന്നെയാണോ എന്ന് അറിയണമെങ്കിൽ ഇത് MRI സ്കാൻ എടുത്താൽ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മള് പിന്നെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല, സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല. പിന്നെ അതേപോലെ തന്നെ എന്താന്ന് വെച്ചാല് നമുക്ക് റെസ്റ്റ് എടുക്കാൻ അത് നമുക്ക് എണീറ്റ് നടക്കേണ്ട കാര്യം വരും. കാല് നീട്ടി എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അടുക്കളയിൽ കാര്യങ്ങൾ ചെയ്യണ്ടേ, അടുക്കളയിൽ ചെയ്യാനല്ലാതെ ഏറ്റവും ഇതായിട്ടുള്ള റെസ്റ്റ്. ഉറങ്ങുന്നുണ്ട്. ഞാൻ ഉച്ചക്ക് ഉറങ്ങുന്നുണ്ട്, രാത്രി ഉറങ്ങുന്നുണ്ട്. അങ്ങനെയല്ല, പ്രോപ്പർ ആയിട്ട് 6-7 മണിക്കൂർ അത് ഉറങ്ങിയേ പറ്റൂ. അത് നമ്മുടെ ശരീരത്തെ വെയിൻ ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങണം. വെയിൻ ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങാതെ നമ്മൾ ഫോണും പിടിച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിന് ഇത് തന്നെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നതാണ്. കാണിക്കണം. 3-ാം ദിവസമാണ് ഇന്നിപ്പോ ഇതുകൊണ്ടേ കാണിക്കണം. മരുന്ന് കഴിച്ചിട്ട് എനിക്ക് കുറവുണ്ട്. നേരത്തെ എന്ന് പറയുന്നത് എനിക്ക് കാല് നമ്മളിങ്ങനെ മടക്കുമ്പോ എനിക്ക് പറ്റൂലായിരുന്നു. വേദന എന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് ഇങ്ങനെ മടക്കാൻ. ഇപ്പൊ എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോ ചില നേരം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ മുട്ട് മടങ്ങിയാണല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ മടങ്ങിയിരിക്കുമ്പോ നമ്മള് എഴുന്നേറ്റ് നടക്കുമ്പോ ഒരു ഞൊണ്ടൽ വരും. ഇപ്പൊ ഇത്ര ദിവസമായിട്ട്, ഇപ്പൊ 2-3 ദിവസമായിട്ട് അത്ര ഞൊണ്ടലില്ലല്ലോ ഇല്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് നമ്മള് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണുണ്ട്. അതായത് ഇതേപോലെ ഞാനിവിടെ TV ഒക്കെ കണ്ടിരിക്കുമ്പോ ഇതേപോലെ മടക്കി കാലൊക്കെ ഇങ്ങനെ വെച്ചിരുന്നിട്ട് പിന്നെ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഭയങ്കര വേദന ഇരിക്കും മുട്ട്. അതിപ്പോ ആ വേദന ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ നിവർന്ന് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് പെയിൻ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് സംഭവം. ശരിക്കും പറഞ്ഞാല് ഞാൻ രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നടന്നപ്പോ കട്ടിലിന്റെ കാലുമ ആ കട്ടിലിന്റെ മൂല ഇതിവിടെ അടിച്ചു കൊണ്ടതാണ് സംഭവം. അതിപ്പോ അങ്ങനെയായി. എന്റെ മിസ്റ്റേക്ക് പറഞ്ഞില്ലേ, ഇപ്പൊ മിസ്റ്റേക്കുകളോട് അതേപോലെ തന്നെ എന്റെ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. ചിലപ്പോ പെയിൻ കൂടിയത് ഇത്ര നാളായിട്ട് മാറിയില്ല. ഞാൻ പെയിൻ തുടങ്ങിയപ്പോ മുതൽ ഞാൻ മരുന്ന്, ഈ ഓയിൽമെന്റ് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ തേക്കും. പക്ഷെ എന്നാലും എനിക്ക് പെയിൻ മാറണില്ല. അപ്പൊ ഇനി ഉള്ളിൽ വല്ല ചതവ് വന്നിട്ടുണ്ടോ ഇല്ലേ, അടിച്ചു കൊണ്ടേണ്ട് നല്ല വേദനയായിരുന്നു. അടിച്ചു കൊണ്ട ടൈമിൽ ഭയങ്കര വേദന. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ അങ്ങനെ വേദന ഒന്നും തോന്നില്ല. പിന്നീടാണ് എനിക്ക് ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയത്. ഇന്നിപ്പോ എനിക്ക് കഴിഞ്ഞ ദിവസം സിസ്റ്ററിനെ കാണാൻ പോയിച്ചു. അപ്പൊ അവിടെ ഒന്നുകൂടി പോകണം. അവിടെ പോയിട്ട് ഇതൊന്നും പൊളിച്ചുകളയാൻ എനിക്ക് ഇപ്പോഴേ വേണ്ടിയെത്തുള്ളൂ. ഇത് ഒട്ടിച്ചപ്പോ മുതലേ എനിക്ക് വേണ്ടി, എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനെ സാധനങ്ങൾ ഒട്ടിക്കുന്നുള്ളത്. അവിടെ കാണാൻ വേണ്ടി പോയപ്പോഴേക്കും അവിടെ ചോദിച്ചേക്ക് ഞാൻ അയ്യോ സിസ്റ്ററിന്റെ കാലിന് അറിയാലോ, എന്ത് ചെയ്യും, എനിക്ക് പറിച്ചെടുക്കുമ്പോ പെയിൻ എടുക്കുമെന്ന് പറഞ്ഞു. സിസ്റ്ററിന് അത് കുഴപ്പമില്ല, പയ്യെ കുളിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇപ്പൊ കുളിക്കുമ്പോ ഒന്ന് അല്ലേ അടർത്തി എടുത്തിട്ട് വേണം ഇനി രണ്ടാമത് പോകാൻ. ഇനി പോകുമ്പോൾ ഞാൻ ഇവിടെ രോമം ഒന്ന് കളഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. ഇനി രണ്ടാമത് ഒട്ടിക്കണേന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പെയിൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഇത് ഒട്ടിച്ചപ്പോ കുറച്ച് നേരം കയറി പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെയുള്ള വേദന അപ്പൊ ഇച്ചിരി താഴ്ത്തോട്ടാക്കി ഒന്ന് ഇതാക്കണം, ഒട്ടിക്കണം. അപ്പൊ എല്ലാം ചോദിച്ചു മുട്ടിനാണെന്ന് വെച്ചാൽ മുട്ടിന് യാതൊരു പ്രശ്നത്തിൽ ഇവിടെ ഈ മുട്ടിന്റെ നമ്മളെ പറഞ്ഞേ ചിരട്ട. മുട്ടിന് ചിരട്ടൊക്കെ ഒരു കേടുപാടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല.
ഇവിടെ ഇട്ടാണ് സംഭവം വന്നേക്കണത്. സൈഡില് അത് ഉറക്കത്തിന്റെയാണ്. ഉറക്കം പ്രോപ്പറായിട്ട് ഉറങ്ങിയാൽ തന്നെ എല്ലാം മാറും. ഇനി അപ്പൊ മാക്സിമം 10 മണിയാകുമ്പോ കിടക്കാം. തിങ്കളാഴ്ച വരെ ഒരു മരുന്ന് കഴിച്ചിട്ട് പെയിൻ ഇത്രയും ഇതാക്കി വെച്ചിട്ട് തിങ്കളാഴ്ച ഒരു ഹോസ്പിറ്റലിൽ പോകണുണ്ട് ഞങ്ങള് അല്ലെ. തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പോകണം എന്താണെന്നുള്ളത് ട്രീറ്റ്മെന്റ്. അപ്പൊ ഞങ്ങൾ അത് ഓരോന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് വഴിയെ ഞാൻ പറയാം എന്താന്നുള്ളത്. അപ്പൊ എനിക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ വേണ്ടിട്ട് പറ്റൂല, എല്ലാവർക്കും റിപ്ലൈ തരാനും പറ്റൂല. എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാൻ നിൽക്കട്ടെ, കഥ എഴുതാൻ നിൽക്കണം. പിന്നെ കോപ്പി ചെയ്തിട്ട് എല്ലാവർക്കും അയക്കാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് പല പല കാര്യങ്ങളുണ്ട്, വീഡിയോ എടുക്കണം, പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഫോൺ പിടിച്ച് മെസ്സേജ് വെച്ചിരിക്കുന്നതല്ല. അപ്പൊ ഒരൊറ്റ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഫെസിലിറ്റി ഹോസ്പിറ്റലിലോട്ടാണ് ബിനീഷിനെ തിങ്കളാഴ്ച ഞങ്ങൾ കൊണ്ടുപോകണത് കാണിക്കാൻ. കാര്യം അതൊരു നമ്മുടെ കേരളത്തിൽ 1-2 ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഫെസിലിറ്റി. അപ്പൊ എന്തായാലും അവിടെ കൊണ്ടുവന്ന് കാണിക്കണം. അപ്പൊ ഇനി റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഒരു ഇതായതുകൊണ്ടാണ്. ഇപ്പൊ എന്തായാലും ഒരൊറ്റ വീഡിയോയിൽ ഇപ്പൊ എല്ലാവർക്കും മറുപടിയും കിട്ടും, മെസ്സേജിൽ അയച്ചവർക്കും കിട്ടും, വീഡിയോയിൽ കണ്ടവർക്കും കിട്ടും മറുപടി. പിന്നെ അതുപോലെ തന്നെ കാലിനെ വയ്യാതിരുന്നപ്പോ എനിക്കൊരു കാര്യം പറയാൻ, ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വയ്യാതിരിക്കണേന്ന് കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പറയില്ല, ഇപ്പൊ നല്ലതായിട്ട് കുറെ പേര് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷെ അതിനകത്ത് കുറച്ച് പേര് അല്ലെ നല്ല കാര്യം, കാലി അങ്ങനെ പോയത് നന്നായി അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ പേര് അങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പൊ എനിക്ക് വലിയതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. കാരണം അവർക്ക് അവരുടെ ഫാമിലിയിൽ അവരങ്ങനെയാണ്. അവരുടെ അപ്പനെയായാലും അമ്മയായാലും മക്കളെ ആണെങ്കിലും അവര് ഈ ഒരു രീതിയിലാണ് കാണുള്ളൂ. കാര്യം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ഇവർക്കൊന്നും പറ്റൂല. ഇവര് ഇങ്ങനെയായിരിക്കും. അവരുടെ മരണം വരെ അവരിങ്ങനെ എല്ലാവരുടെയും കുറ്റം പറഞ്ഞു. പിന്നെ ശ്രദ്ധിക്കണ്ട, ഫേക്ക് ഐഡിയ ഉള്ള ഒരു ഫേസ് വെക്കൂല. അതെന്താന്ന് പറയുമ്പോ സ്വന്തമായി എനിക്കൊരു അപ്പനും അമ്മയും ഉള്ളതുകൊണ്ട് എനിക്ക് എന്റെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും എനിക്ക് ഫോട്ടോസ് ഇടാം. ഇതില്ലാത്തവര് ചിലപ്പോ എന്ത് ചെയ്യും, അത് ഇടൂല. അത് പച്ചക്ക് പറഞ്ഞാൽ അറിയാലോ, ഞാൻ ഇന്നത് ഓപ്പൺ ആയിട്ട് പറയേണ്ട കാര്യമില്ല. തന്തൊക്കെ പറയണമെന്ന് പറയാന്ന് പറയില്ല. അതെച്ചാ നല്ല അപ്പനും അമ്മക്ക് ജനിച്ചവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഇത് ആരാണ് നല്ല അപ്പനും അമ്മയും നോക്കും. എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ഈ പറയാനുള്ളവർ ഇങ്ങനെ ഇത്രയും മോശമായിട്ട് നിന്റെ കാലിൽ അങ്ങനെ വേണം, നിന്റെ കാല് മുറിച്ച് കളയട്ടെ. ഒരാൾക്കൊരു അപകടം വരുമ്പോ അതിനെ മോശമായിട്ട് കാണുന്ന ആൾക്കാർ എന്നുവെച്ചാൽ വിദ്യാഭ്യാസം കൂടിപ്പോയാലും അതിൻ്റെതായ പ്രശ്നമുണ്ടോ. ഈ പറയുന്നവർ അവരുടെ വീട്ടിൽ എന്തായിരിക്കും ഇപ്പൊ മറ്റുള്ളവർ ഇങ്ങനെ പറയണമെങ്കിൽ സ്വന്തം വീട്ടിൽ ഇവർ എന്തായിരിക്കും കാണിച്ചു വിട്ടണമെന്നല്ലേക്കണം. ശരിക്കും നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്ന പോലെ കൈ വെട്ടി തല പിടിച്ച് മതിലിട്ടിടിച്ച് ശരിക്കും ഈ കമന്റ് ഇടുന്നവര് ആയിരിക്കും ഇതേപോലെ ചെയ്യുന്നവരായിരിക്കും റിയലി. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നാ അവർ നേരിട്ട് കണ്ടിട്ടുണ്ടാ, എന്നോട് ഒരു അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടാ, എന്നാലല്ലേ ഞങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞങ്ങളുടെ രീതി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരാളെ വിലയിരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃഷ്ണന്റെ ആയും കർത്താവിന്റെ ആണെങ്കിലും മറ്റ് മുസ്ലിംസിന്റെ പിക്ചറുകൾ കണ്ടിട്ട് ഈ ദൈവം ശരിയല്ല, ആ ദൈവം ശരിയല്ല, മറ്റു ദൈവം ശരിയല്ല, അങ്ങനെ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഒരു പിക്ചർ കണ്ടാൽ അതിനെ മോശമായിട്ട് പറയുന്ന ആൾക്കാർ. കാലില് രോമം വരാൻ പാടില്ല, കയ്യില് രോമം വരാൻ പാടില്ല, മുഖത്ത് രോമം വരാൻ പാടില്ല. ശരിക്കും ഇത് വേണം, എന്നാലാണ് നമ്മുടെ അസുഖങ്ങൾ പോകുള്ളൂ. അതറിയാൻ പാടില്ല നിങ്ങൾക്ക്. ഇത്രയും ഞാൻ എന്താ പറയല്ലോ, ചിന്തിക്കാൻ വിവരം കൂടുന്തോറും മണ്ടന്മാരായി വന്നെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ആൾക്കാർ. ഇപ്പോഴുള്ള തലമുറയിൽ ഞാൻ കാണിച്ചാൽ ഇപ്പോഴുള്ള പേരന്റ് എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഫുഡ് കൊടുക്കണത് വരെ മക്കൾക്ക് അളന്ന കൊടുക്കണ ഡോക്ടർമാർ. എന്നാൽ ഈ കൊടുക്കണ പേരന്റ് എങ്ങനെയാണ് ജീവിച്ചതെന്ന് അറിയില്ല. ഈ പേരന്റ്സ് അവര് വീട്ടിലുള്ള പച്ചക്കറിയും പയറും പരിപ്പൊക്കെ അപ്പനും അമ്മയും കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചത്. എന്നിട്ട് അവർക്ക് ഉണ്ടാവുന്ന മക്കൾക്ക് സ്പൂണിൽ അളന്ന് പറിച്ചൊക്കെ കൊടുക്കും. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പറഞ്ഞത് ചിലവർക്ക് കൊള്ളും, ചിലവർക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് അവർക്ക് വിശക്കുമ്പോ അവര് കഴിക്കട്ടെ, അവർക്ക് കളിക്കാൻ തോന്നുമ്പോൾ കളിക്കട്ടെ, മണ്ണിലിറങ്ങി കളിക്കട്ടെ. അവര് ഇമ്മ്യൂണിറ്റി പവർ വേണ്ടേ അവർക്ക്. എന്റെ കൊച്ചു മണ്ണിലിറങ്ങാൻ പാടില്ല, എന്റെ കൊച്ചു ഇവിടുന്ന് AC ഇറങ്ങാൻ പാടില്ല, എന്റെ കൊച്ചു അവിടെ പോകാൻ പാടില്ല. എനിക്ക് കിട്ടാത്ത ഫെസിലിറ്റി എന്റെ മക്കൾ കിട്ടണം. എന്തിന്? എന്നിട്ട് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് അവർ കാണിക്കുന്ന കോപ്പറയുന്ന ഫുഡ് കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം, ചിക്കൻ ഇല്ലാണ്ട് ചോറിറങ്ങൂല. ഇപ്പോഴത്തെ രീതിയാണ് നമ്മുടെ അപ്പനും. എന്നുവെച്ചാൽ ഇവര് സ്വന്തം അപ്പനും അമ്മയും ഇവരെങ്ങനെയാണ് വളർന്നതെന്ന് ചിന്തിക്കളെ. ഇവര് വയറും പരിപ്പും പച്ചക്കറിയൊക്കെ കഴിച്ചിട്ട് തന്നെ വളർന്നത്. ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ ഒരു കല്യാണം വേണ്ട. ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു. ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു ബീഫോ ഒരു ചിക്കൻ കിട്ടുക. ആ ആൾക്കാർ ഇപ്പൊ പിള്ളേർക്ക് പണ്ട് കാക്കനും പൂച്ചേനും കാണിച്ച് ചോറ് കൊടുത്തവര് ഇപ്പൊ മൊബൈൽ ഇല്ലാണ്ട് പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ പറ്റില്ല. അവര് കഴിക്കൂലെങ്കിൽ വേണ്ടത് നോക്കണം. അവർക്ക് വിശക്കുമ്പോ അവര് കഴിക്കട്ടെ. അങ്ങനെയാണ് നമ്മുടെ അപ്പനമ്മമാര് നമ്മളെ വളർത്തിയത്. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. എന്തൊക്കെയാണ് സത്യം പറഞ്ഞ എനിക്കൊക്കെ കാണുമ്പോ ചിരി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്റെ ഫോട്ടോ ഇട്ടപ്പോഴും നെഗറ്റീവ് ഇതുപോലെ കാലിൽ അങ്ങനെ പറ്റേ, കാല് മുറിച്ച് കളയട്ടെ, കാലിന് വന്നത് നന്നായി, ഞൊണ്ടി കിടക്കട്ടെ, കുറച്ചാൾ ഇങ്ങനെ ഉണ്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റ് വന്നു. പിന്നെ അല്ലാതെയും വേറെ
അറിയാലോ തെറികളായിട്ട് കമന്റ് ഇടുമല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെപ്പോഴും അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് അവരങ്ങനെ ആയത്. അതെ, അപ്പൊ അങ്ങനെയുള്ള തെറികളായിട്ട് അപ്പൊ നമ്മളിരുന്ന് ഇപ്പൊ ഞാൻ വിചാരി കൂടി നിൽക്കുന്ന ഫോട്ടോസ് കാര്യങ്ങൾ ഇടുമ്പോഴും കമന്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ അവർക്ക് ഇങ്ങനെ ഉള്ള ലൈഫ് കിട്ടാത്തത് കൊണ്ട് ലൈഫ് കിട്ടാത്തത് കൊണ്ടായിരിക്കും അവരിങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു ചിലർക്കുള്ള ഒരു ഉണ്ടല്ല, അപ്പൊ അതുകൊണ്ടായിരിക്കും കമന്റ് ഇടുന്നത് ചോദിച്ചു. ഇപ്പോഴാ മനസ്സിലായത് എനിക്ക് എന്ത് ഫോട്ടോ ഇട്ടാലും ആൾക്കാർക്ക് നെഗറ്റീവ് പറഞ്ഞിലേക്ക് പറയാൻ പറ്റൂല. മറ്റുള്ളവരുടെ ഇപ്പൊ നമ്മളല്ലാതെ വേറെ കപ്പിൾസ് ഫോട്ടോസ് ഇടുന്നുണ്ട്. അവരുടെ ഫോട്ടോസിന്റെ അടിയിലും ആൾക്കാർ പോയി നെഗറ്റീവ് ഇടുന്നത് കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവര് തന്നെയല്ലേ അവിടെ പോയി നമുക്ക് ഫേക്ക് ഐ ഡി ആണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യും. ചിലവരുടെ പേര് നമ്മ ഫേക്ക് ഐ ഡിയിൽ എന്താണ് എന്താണ് സുന്ദരനായ വക്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഫേക്ക് ഐ ഡി ഒക്കെ ഇട്ടൊക്കെ വരും. അപ്പൊ നമ്മളിത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഞാൻ ഇത് നോക്കുമ്പോ ഇവിടെ ചെന്നിട്ടുണ്ട് ഈ ആൾക്കാരൊക്കെ തന്നെ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ വ്ളോഗേഴ്സിനെയും അല്ലാതുള്ള ആൾക്കാരെയും ചീത്ത പറയാൻ ഇങ്ങനെ കുറെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ പറഞ്ഞെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യണത് നിർത്തോ ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസും ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ലൈഫ് അതേപോലെ ഞങ്ങൾ മുമ്പോട്ട് പോകും. അല്ലാതെ ഇപ്പൊ വേറൊരാള് നമ്മുടെ അല്ലേ ഒരാൾ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കാമല്ലോ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കൂല. എന്തിന് എന്റെ പപ്പയും അമ്മച്ചിയും വന്നിട്ട് പറഞ്ഞു നീ ഇതേ വഴിക്ക് പോകണം, അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കണമെന്നില്ല. കാര്യം നല്ലതാണെങ്കിൽ കേൾക്കും. എനിക്ക് എന്റേതായ ലൈഫ് ഉണ്ട്, എന്റെ വൈഫിനും അതെ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലൈഫ്, ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലേ ജീവിക്കുള്ളൂ, ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. എന്റെ പപ്പക്ക് ഒരു സാധനം എവിടെ ഇരിക്കണോ അത് അവിടെ തന്നെ ഇരിക്കണം. ചിലപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ അത് പറ്റൂല, ചിലപ്പോൾ അവിടെ നിന്ന് മാറി അപ്പുറത്തായിരിക്കും. അത് അങ്ങനെയാണ്. അത് എന്നും പറഞ്ഞ് എനിക്കത് ഫോളോ എന്റെ അപ്പനെ ഫോളോ ചെയ്യാനൊന്നും പറ്റുമെന്നില്ല ചിലപ്പോൾ. കാര്യം അവര് ജീവിച്ചത് അവരങ്ങനെ ജീവിച്ചോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കണം. ഇങ്ങനെയല്ലേ ജീവിക്കേണ്ടത്. അല്ലാതെ ഒരാളെ കണ്ട് അയാളെ അതേപോലെ അനുകരിച്ച് ജീവിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ എല്ലാ ക്രിക്കറ്റ് കളിക്കാരും സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ പറ്റുമോ? എല്ലാ പന്ത് കളിക്കാർക്കും മെസ്സി ആവാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഓരോ കഴിവും ഓരോ പാഷനും ഒക്കെ ഉണ്ട്. അവരവരുടെ രീതിയിലേ പോകൂ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒറ്റയടിക്കാണ്ട് മാറും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ അവിടെ കിടന്ന് പട്ടി കുറക്കണ പോലെ കുറക്കും. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നല്ല കമന്റ് ഇടും, ഞങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കും. ഞങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കാറില്ല. ഞങ്ങളല്ലാത്ത മോശം ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതെ, പിന്നെ കുറെ പേര് ആ ചീത്ത പറഞ്ഞ ആൾക്കാർ അടിപോയിട്ട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, അവരവരുടെ ജീവിതം ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് അവരെയും പോയി ചീത്ത പറഞ്ഞേക്കാം. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അവരോട് സംസാരിക്കുക. എന്നാലാണ് അവരെന്താണ് ഏതാണെന്ന് മനസ്സിലാവും. ഇത് അതുപോലെ പരിസരത്ത് കുറെ പൊട്ടന്മാരുണ്ടല്ലോ. എന്തായാലും നമുക്കെന്തായാലും ഇപ്പൊ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് മെയിനായിട്ട്. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും അല്ലെ കുറച്ച് കാര്യങ്ങളുള്ള അത് ഇതിന്ന് നെഗറ്റീവ് കമന്റ് വന്നെന്ന് പറഞ്ഞപ്പോ കുറച്ചങ്ങോട്ട് പോയതാണ്, വഴി തെറ്റി പോയതാണ്. എന്നാലും കുഴപ്പമില്ല, പറയാനുള്ളതൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. തിങ്കളാഴ്ച ഇനി വിവരം അറിയും. അപ്പൊ തിങ്കളാഴ്ച ഞാൻ ബാക്കിയുള്ള അപ്പൊ പറയാം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.